നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നു. പച്ചക്കറിയും അരിയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് വില ഉയർന്നത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. മൂലമറ്റം പവർ ഹൌസിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. 43 കോടി രൂപ ചിലവഴിച്ച് നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങൾ 3 വർഷം കൊണ്ട് പൂർത്തിയാകും. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 6 മാസമായി വേതനമില്ല. ഇരട്ടയാർ, കാമാക്ഷി പഞ്ചായത്ത് ഭരണസമിതികളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിക്കുന്നു. മാലിന്യ കൂമ്പാരത്തിൽ വീർപ്പുമുട്ടി വണ്ടൻമേട് മാലി നിവാസികൾ. മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ലാത്തതിനാൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് വഴിയോരത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നു. പച്ചക്കറിയും അരിയും ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നത് ഉപഭോക്താക്കളെയും ചെറുകിട വ്യാപാരികളെയും ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. പച്ചക്കറി വിലയ്ക്ക് പിന്നാലെ അരിയുടെയും പലവ്യഞ്ജനങ്ങളുടെയും വില കുതിച്ചുയർന്നു. ചെറിയ ഉള്ളിയുടെ വില 100-ൽ നിന്ന് 140-ലേക്ക് ഉയർന്നു കഴിഞ്ഞു. വിപണിയിലേക്ക് ഉള്ളിയുടെ വരവും ഗണ്യമായി കുറഞ്ഞു. സവാളയുടെ വിലയിലും കുതിപ്പ് തുടരുകയാണ്. 15 രൂപയിൽ നിന്ന് 24 രൂപയിലേക്ക് സവാള വില ഉയർന്നു. 1 കിലോ ജയ അരിയുടെ വില 35 രൂപയായിരുന്നത് 40 രൂപയിലെത്തി. സുരേഖ അരി 37-ൽ നിന്ന് 45-ലെത്തി. ചില്ലറ വിൽപ്പനശാലയിലെത്തുമ്പോൾ വില 50-ന് മുകളിലാണ്. മുന്തിയ ഇനം കുത്തരിക്ക് ചില്ലറ വിൽപ്പനശാലകളിൽ 60-ന് മുകളിലാണ് വില. അന്യസംസ്ഥാനത്ത് നിന്നും എത്തുന്ന നെല്ലിന്റെ അളവ് കുറഞ്ഞതാണ് അരിവില ഉയരാൻ കാരണം. നെല്ലിന് കിലോഗ്രാമിന് 3 രൂപ കൂടുകയും ചെയ്തു. പയർവർഗ്ഗങ്ങൾക്ക് ഒഴികെ മിക്ക പലവ്യഞ്ജന സാധനങ്ങൾക്കും വില ഉയർന്നു. ഇത് ഉപഭോക്താക്കളെ എന്ന പോലെ തന്നെ വ്യാപാരികളെയും ദുരിതത്തിലാക്കി. വില കുതിച്ചുയർന്നതോടെ ചില്ലറ വിൽപ്പനശാലകളിൽ വ്യാപാരം കുറഞ്ഞു. സാധനങ്ങൾക്ക് വളരെ ക്രമാതീതമായ വില കയറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ജനങ്ങൾക്ക് വാങ്ങാൻ ശേഷിയില്ലാത്ത നിലയിലേക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വില അതിഭയങ്കരമായി കുറയുകയും ചെയ്യുന്നു. ഇങ്ങനെ വളരെ ദുഃഖകരമായൊരവസ്ഥ നിലനിൽക്കുകയാണ്. ഓരോ ദിവസവും സാധനങ്ങൾക്ക് വില കയറിക്കൊണ്ടിരിക്കുകയാണ്. അരിയുടെയൊക്കെ വിലയെന്ന് പറഞ്ഞാൽ വളരെ വളരെ കൂടിയിരിക്കുക. എന്തായാലും ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സത്വര നടപടി ഉടൻ ഉണ്ടായില്ലെങ്കിൽ നമ്മുടേതുപോലുള്ള പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് വലിയ കൊടും പട്ടിണിയിലേക്ക് പോകേണ്ടി വരും. പ്ലാന്റേഷൻ്റെ സ്ഥിതി നമുക്കെല്ലാം അറിയാം. ഇങ്ങനെ വില കയറിക്കൊണ്ടിരുന്നാൽ നിത്യേന എന്നോണം അവരുടെ ജീവിതം ദുരിതത്തിൽപ്പെട്ടു പോകത്തേ ഉള്ളൂ. വിളവിറക്കുന്ന സമയത്ത് കൊടും വേനലും വിളവെടുക്കുന്ന സമയത്ത് മഴയും ഉണ്ടായത് ഉൽപാദനം കുറച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്തുന്നതിൽ സർക്കാരിന് കാര്യമായ സ്വാധീനം ചെലുത്താനും കഴിഞ്ഞില്ല. ഇത് പൊതുവിപണിയിൽ സാധനങ്ങൾക്ക് തീവിലയാകാൻ കാരണമായി. മൂലമറ്റം പവർ ഹൌസിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. 43 കോടി രൂപ ചിലവഴിച്ച് നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങൾ 3 വർഷം കൊണ്ട് പൂർത്തിയാകും. 6 ജനറേറ്ററുകളുള്ളതിൽ 3-ാം നമ്പർ ജനറേറ്ററിന്റെ നവീകരണമാണ് നാളെ ആരംഭിക്കുന്നത്. 2018 ഫെബ്രുവരിയിൽ 3-ാം നമ്പർ ജനറേറ്ററിന്റെ നവീകരണം പൂർത്തിയാക്കും. ശേഷം 1ഉം 2ഉം ജനറേറ്ററുകൾ നവീകരിക്കും. ആകെ 6 ജനറേറ്ററുകളാണ് ഉള്ളത്. ഇതിൽ 3 നവീകരണങ്ങൾക്കാണ് അനുമതി. 1975 ഒക്ടോബറിൽ നിലയം പ്രവർത്തനം ആരംഭിച്ച ശേഷം ആദ്യമായാണ് ജനറേറ്ററുകളുടെ നവീകരണം നടക്കുന്നത്. ഇതിനോടകം വാർഷിക അറ്റകുറ്റപ്പണികൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. രാജ്യത്തെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയമാണ് മൂലമറ്റം പവർ സ്റ്റേഷൻ. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 40% വരെ മൂലമറ്റത്തു നിന്നുമാണ്. 1976 ഫെബ്രുവരി 12-ന് ഇടുക്കി പദ്ധതിയുടെ ഉദ്ഘാടനം അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് നിർവഹിച്ചത്. 1-ാം നമ്പർ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചായിരുന്നു ഉദ്ഘാടനം. 1-ാം ഘട്ടത്തിന്റെ നിർമ്മാണത്തിനായി 110 കോടി രൂപയാണ് അന്ന് ചിലവായത്. 2011 ജൂൺ 20-ന് മൂലമറ്റം വൈദ്യുതി നിലയത്തിലെ 5-ാം നമ്പർ ജനറേറ്ററിന്റെ കൺട്രോളർ പാനലിൽ പൊട്ടിത്തെറിയുണ്ടായി 2 എഞ്ചിനീയർമാർ മരിച്ചു. ഇതോടെയാണ് പുനരുദ്ധാരണം വേണമെന്ന ആവശ്യം ശക്തമായത്. സെൻട്രൽ പവർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് 43 കോടി രൂപയുടെ നവീകരണത്തിന് പദ്ധതിയുണ്ടായത്. അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര സഹമന്ത്രി പൊൻ രാധാകൃഷ്ണൻ. കേന്ദ്ര സർക്കാരിന്റെ 3-ാം വാർഷികാഘോഷ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് തൊടുപുഴയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല മറ്റ് എല്ലാ മേഖലകളിലും വലിയ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. വനിതാ, ശിശുക്ഷേമം, കാർഷിക മേഖല, നിർമ്മാണ മേഖല, വ്യവസായ മേഖല തുടങ്ങി എല്ലാ മേഖലകളിലും സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും
മന്ത്രി പൊൻ രാധാകൃഷ്ണൻ പറഞ്ഞു. ജോയിസ് ജോർജ് എം പി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭാ അധ്യക്ഷ സഫിയ ജബ്ബാർ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM വേലായുധൻ, കൊച്ചിൻ ഷിപ്പ്യാർഡ് ജനറൽ മാനേജർ MD വർഗീസ്, ഷിപ്പ്യാർഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മധു എസ് നായർ, ഡയറക്ടർ ബോർഡ് അംഗം രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ കോവിൽമല രാജാവ് രാമൻ രാജമന്നാനെയും പെരുമനം കുട്ടന്മാരാരെയും കേന്ദ്രമന്ത്രി പൊന്നാട അണിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്ന ശനിയാഴ്ച ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇരട്ടയാർ പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കും. തൊഴിലാളികളുടെ വേതനം നൽകാത്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയാണ് പ്രതിഷേധം. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ 2500 തൊഴിലാളികൾക്കായി 1.25 കോടിയോളം രൂപയാണ് ലഭിക്കാനുള്ളത്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഈ സാഹചര്യത്തിൽ പ്രതികൂല കാലാവസ്ഥ പോലും അവഗണിച്ച് തൊഴിൽ ചെയ്ത തൊഴിലാളികൾക്ക് വേതനമില്ലെന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ ഇരട്ടയാർ പഞ്ചായത്തിലെ തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് UPA ഗവൺമെന്റ് തുടങ്ങിയതാണ് തൊഴിലുറപ്പ് പദ്ധതി. ഈ പദ്ധതി അട്ടിമറിക്കുന്നതിനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ തൊഴിലുറപ്പ് വേതനം നൽകിയപ്പോൾ കേരളത്തിൽ ആവർത്തന സ്വഭാവമുള്ള പ്രവൃത്തികൾ ചെയ്തു എന്ന മുടന്തൻ ന്യായം പറഞ്ഞാണ് തൊഴിലാളികൾക്ക് വേതനം തടഞ്ഞുവച്ചിരിക്കുന്നത്. വേതനം നൽകുന്നതിന് ഇനിയും കാലതാമസം വരുത്തിയാൽ ശക്തമായ സമരമുറകൾ സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾ പറഞ്ഞു. ഇവർക്ക് കഴിഞ്ഞ 6 മാസത്തോളമായി വേതനം ലഭിക്കുന്നില്ല. ഇതിന്റെ ഭാഗമായിട്ട് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എറണാകുളത്ത് വരുന്ന ശനിയാഴ്ച 11 മണിക്ക് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ പോസ്റ്റ് ഓഫീസ് തൊഴിലുറപ്പ് തൊഴിലാളികളും മേറ്റുമാരും ഭരണസമിതി അംഗങ്ങൾ ഒന്നടങ്കം ഉപരോധിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 1.25 കോടിയോളം രൂപയാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ മാത്രം പെൻഡിങ്ങിലുള്ളത്. വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനിയമ്മ ജോസഫ്, വൈസ് പ്രസിഡന്റ് റെജി ഇലിപ്പുലിക്കാട്ട്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസുകുട്ടി അരിപ്പറമ്പിൽ, ശ്രീകല PR, പ്രിയ രവീന്ദ്രൻ, മോളി രാജൻ, PB ഷാജി, KD രാജു എന്നിവർ പങ്കെടുത്തു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം നൽകാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടിക്കെതിരെ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രക്ഷോഭം തുടങ്ങുന്നു. കാമാക്ഷി പഞ്ചായത്തിൽ മാത്രം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1.25 കോടി രൂപയാണ് നൽകാനുള്ളത്. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ മാത്രം 1.25 കോടി രൂപയും ഇടുക്കി ജില്ലയിലാകമാനം 75 കോടിയിലധികം രൂപയുമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ളത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രവൃത്തി അവസാനിച്ചാൽ 15 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ വേതനം കൊടുക്കണമെന്നും അതിന് വീഴ്ച വന്നാൽ വീഴ്ച വരുത്തുന്നവരുടെ വരുമാനത്തിൽ നിന്ന് തൊഴിലാളികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നുമുള്ള നിയമം നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ 6 മാസത്തെ വേതനം കുടിശ്ശിക വരുത്തിയിരിക്കുന്നതെന്ന് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ST അഗസ്റ്റിൻ പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ വേതനം കൊടുക്കേണ്ടത്. വേതനം കൊടുത്തില്ലെങ്കിൽ ഉത്തരവാദികളായവരിൽ നിന്ന് നഷ്ടം നികത്താൻ നിയമം നിലനിൽക്കെയാണ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പരസ്പരം പഴിചാരിയുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിലെ തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുകയാണ്. 6 മാസക്കാലത്തെ പ്രവർത്തനങ്ങളിൽ 1.25 കോടി രൂപ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നു. ഈ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുവാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന സംശയവും ഞങ്ങൾക്കുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലുണ്ട്. ഇവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. ഈ സാഹചര്യത്തിലാണ് കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വെച്ചു പുലർത്തുന്ന കുറ്റകരമായ അനാസ്ഥയും പരസ്പരം പഴിചാരലും അവസാനിപ്പിച്ച് തൊഴിലാളികളുടെ വേതന കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തങ്കമണി സബ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തുന്നതെന്നും ST അഗസ്റ്റിൻ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ഭരണസമിതി അംഗങ്ങളായ സൗമ്യ ഷിബു, ജോയ് തോമസ്, ബിജു കല്ലമ്മാക്കൽ, ഓമന ശിവൻകുട്ടി, ഷൈനി സാബു, ലിബിയ എന്നിവർ പങ്കെടുത്തു. ഈ അധ്യയന വർഷം ഇടുക്കി ജില്ലയിൽ 1ാം ക്ലാസ്സിൽ എത്തിച്ചേർന്ന കുട്ടികളുടെ എണ്ണത്തിൽ വർധന. കഴിഞ്ഞ വർഷത്തേക്കാൾ 283 കുട്ടികളാണ് ഇത്തവണ കൂടിയത്. കഴിഞ്ഞ വർഷം സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലായി 8606 കുട്ടികളാണ് ജില്ലയിൽ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. സർക്കാർ സ്കൂളുകളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളുടെ എണ്ണത്തിലും ഈ അധ്യയന വർഷം വർധനയുണ്ടായി. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലായി ഈ വർഷം 1 മുതൽ 10 വരെ ക്ലാസുകളിലുള്ളത് 1,03,525 കുട്ടികളാണ്. കഴിഞ്ഞ വർഷം ജില്ലയിൽ 1,05,050 കുട്ടികളാണ് 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 1,525 കുട്ടികളുടെ കുറവുണ്ടെങ്കിലും സർക്കാർ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കൂടിയത് ശ്രദ്ധേയമായി. സർക്കാർ സ്കൂളുകളിൽ 30,405 കുട്ടികളാണ് ഈ വർഷം 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലുള്ളത്. കഴിഞ്ഞ വർഷം
990 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 415 കുട്ടികളാണ് കൂടിയത്. അതേസമയം എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ 1586 കുട്ടികൾ കുറഞ്ഞു. കഴിഞ്ഞ വർഷം 64,906 കുട്ടികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇത്തവണയുള്ളത് 63,320 പേർ. അൺഎയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലായി കഴിഞ്ഞ വർഷത്തേക്കാൾ 354 കുട്ടികളുടെ കുറവാണുണ്ടായത്. ഈ വർഷം അൺഎയ്ഡഡ് സ്കൂളുകളിൽ 9,800 കുട്ടികളാണ് 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലുള്ളത്. കഴിഞ്ഞ വർഷം 10,154 കുട്ടികൾ ജില്ലയിലെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഉണ്ടായിരുന്നു. മാലിന്യ കൂമ്പാരത്തിൽ വീർപ്പുമുട്ടി വണ്ടൻമേട് മാലി നിവാസികൾ. മാലിന്യം സംസ്കരിക്കാൻ നിർമ്മാർജ്ജന പ്ലാന്റ് ഇല്ലാത്തതാണ് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നത്. വണ്ടൻമേട് മാലി പ്രദേശം മാലിന്യങ്ങളുടെ കലവറയായി മാറിയിരിക്കുകയാണ്. റോഡരികിലും തോട്ടിലുമായി വൻതോതിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി വർഷാവർഷം പഞ്ചായത്ത് അധികൃതർ പല പദ്ധതികൾ തയ്യാറാക്കുമെങ്കിലും മാലി നിവാസികൾക്ക് ഇന്നും അന്യമാണ്. മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കണമെന്ന പ്രദേശവാസികളുടെ നിരന്തര ആവശ്യം ഇനിയും പഞ്ചായത്ത് നടപ്പാക്കിയിട്ടില്ല. ആളുകൾക്ക് സീക്ക് വരുது, புழுவு இதெல்லாம் போல் கொசுக்கடி பயங்கரமாக கடிக்குது. ஆனால் நாங்களே சொல்லி பார்த்தா யாருமே வந்து எடுக்க மாட்டாங்க. போடுறாங்க, எடுக்கிறாங்க. ரொம்ப ஆளுகளுக்கு சின்ன பிள்ளைங்க வந்து ஆள் இருக்காங்க, நிறையா இருக்காங்க. நிறைய இருந்தாலே பழைய வெடிக்க ஒன்று வந்து போடுறாங்க. இதை வந்து நீங்கள் தான் பார்த்து மாற்றுறதுக்கு ஆள் இல்லை. நீங்கள் தான் பார்த்து ஏதாவது நல்ல செய்யணும். മാലിയിൽ നൂറുകണക്കിന് കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും തമിഴ് വംശജരും. കഴിഞ്ഞ വർഷം ജില്ലയിൽ ആദ്യം ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതും മാലിയിലാണ്. പകർച്ചവ്യാധികൾ തടയാൻ ഇത്തവണയും പഞ്ചായത്ത് ഒരുവിധ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടില്ല. குப்பை வந்து போட்டு ரொம்ப தொலை பண்ணுறாங்க. ஆள் வந்து போகிறதுக்கு ரொம்ப இணைஞ்சலாக இருக்குது. ரொம்ப எங்களுக்கு வந்து பாதுகாப்பு இல்லை. ஆள் எந்த மாளிகளை கண்டுக்கிற மாட்டேறாங்களா. നൂറുകണക്കിന് ആളുകൾ കുളിക്കാനും അലക്കാനും മാലി തോടിനെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഇതാകട്ടെ മലിനപൂർണ്ണം. തോട്ടിലെ വെള്ളമാണ് വണ്ടൻമേട് പമ്പ് ഹൌസിൽ നിന്നും വിതരണം ചെയ്യുന്നതും. വീടുകളിലെ മാലിന്യങ്ങൾ, എസ്റ്റേറ്റ് സ്റ്റോറുകളിലെ പാഴ്വസ്തുക്കൾ, കീടനാശിനി കുപ്പികൾ തുടങ്ങിയവ ഈ തോട്ടിലാണ് നിക്ഷേപിക്കുന്നത്. ഇതൊന്നും കണ്ടില്ലെന്ന ഭാവത്തിലാണ് പഞ്ചായത്ത് അധികാരികൾ. മാലിയിലെ മാലിന്യ പ്രശ്നത്തിന് ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മഴക്കാലമായതോടെ ഹൈറേഞ്ചിലെ പാതകളിൽ അപകടം വർദ്ധിക്കുന്നു. വീതി കുറഞ്ഞ പാതകളിലെ കൊടും വളവുകളും നിർമ്മാണത്തിലെ അപാകതയും ഇടവേളകളിൽ ഉണ്ടാകുന്ന കോടമഞ്ഞുമെല്ലാം അപകടത്തിന് കാരണമാവുകയാണ്. ഹൈറേഞ്ചിലെ പാതയോരങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡും സംരക്ഷണവേലി ഇല്ലാത്തതുമാണ് അപകടങ്ങൾ പെരുകാൻ കാരണം. നിർദ്ദിഷ്ട അടിമാലി കുമളി ദേശീയപാതയിൽ ഇടുക്കി മുതൽ വെള്ളിയാങ്കുടി വരെയും, തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിൽ പാറക്കടവ് മുതൽ ഹിൽടോപ്പ് വരെയും, കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ ചപ്പാത്ത് മുതൽ കട്ടപ്പന വരെയുമാണ് അപകടങ്ങൾ കൂടുതലായും സംഭവിക്കുന്നത്. റോഡിലേക്ക് കാട് വളർന്ന് പന്തലിച്ചതും അപകട ഭീഷണി വർദ്ധിപ്പിക്കുന്നു. കാഞ്ചിയാർ പള്ളിക്കവല മുതൽ സ്വരാജ് വരെയുള്ള ഭാഗങ്ങളിൽ ഓട നിർമ്മിക്കാത്തതിനാൽ മഴവെള്ളത്തിൽ റോഡ് വശങ്ങളിലെ മണ്ണ് ഒലിച്ചുപോയിരുന്നു. ഇതോടെ നിരപ്പിൽ നിന്ന് ഒരടിയോളം ഉയരത്തിലാണ് ടാറിംഗ് നിൽക്കുന്നത്. ആഴ്ചയിൽ ചെറുതും വലുതുമായ 5ഓളം അപകടങ്ങളാണ് പാതയിൽ ഉണ്ടാകുന്നത്. വെള്ളിലാങ്കണ്ടം, സ്വരാജ്, പാലാക്കട, 20 ഏക്കർ ഭാഗങ്ങളിലാണ് കൂടുതലും അപകടങ്ങൾ സംഭവിക്കുന്നത്. റോഡിന്റെ ഇരുവശമുള്ള കാടുകൾ വെട്ടുമാറ്റാത്തതിനാലും പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കാത്തതിനാലും യാത്രക്കാർക്ക് വളരെ ക്ലേശം സഹിക്കേണ്ടി വരികയാണ്. ഇതിന് അടിയന്തരമായി ഒരു പരിഹാരം കാണണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. പാതയുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് ഡ്രൈവർമാർക്ക് ഭീഷണിയാകുന്നത്. കൂടാതെ അപകട സാധ്യതാ മേഖലകളിൽ സൂചനാ ബോർഡുകളില്ലാത്തത് അപകട ഭീഷണി വർദ്ധിപ്പിക്കുന്നു. വീതി കുറഞ്ഞ നിരവധി പാലങ്ങളാണ് പാതയിൽ സ്ഥിതി ചെയ്യുന്നതും. കക്കാട്ടുകട, പാലാക്കട എന്നിവിടങ്ങളിലെ പാലങ്ങളിലൂടെ ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ചെറുവണ്ടികൾ വഴിയോരത്തേക്ക് മാറ്റേണ്ട സ്ഥിതിയാണുള്ളത്. റോഡിന്റെ ഇരുവശത്ത് നിൽക്കുന്ന കാടുകൾ വെട്ടിമാറ്റുന്നതിനോ കുഴികൾ അടയ്ക്കുന്നതിനോ മറ്റൊന്നും ഒരു പരിപാടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതിന്റെ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതുകൊണ്ടാണ് ഈ റോഡിൽ ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാകാൻ കാരണം. കഴിഞ്ഞ ദിവസം കാൽവരി മൗണ്ടിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റിരുന്നു. തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിൽ പോലീസ് വളവ്, ഹിൽടോപ്പ് വളവിൽ മാത്രം കഴിഞ്ഞ 2 വർഷത്തിനിടെ ചെറുതും വലുതുമായ 70ഓളം അപകടങ്ങളാണുണ്ടായത്. പുളിയൻമല റോഡിൽ വളവുകളുടെ നിർമ്മാണത്തിലെ അപാകതയാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. മൂന്നാർ ആനമുടി ഡിവിഷനിൽ പുലി ഇറങ്ങി ഒരു പശുവിനെ കൊല്ലുകയും മറ്റൊന്നിനെ കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. വനം വകുപ്പ് പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കണ്ണൻദേവൻ കമ്പനിയുടെ ആനമുടി ഡിവിഷനിലെ എസ്റ്റേറ്റ് മേഖലയിലാണ് മേയാൻ വിട്ട പശുക്കളെ പുലി ആക്രമിച്ചത്. പെരിയവരി എസ്റ്റേറ്റിൽ സെൽവകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള പശുക്കളാണ് ആക്രമണത്തിന് ഇരയായത്. മേയാൻ വിട്ട പശുക്കൾ തിരിച്ചെത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആക്രമണത്തെക്കുറിച്ച് അറിയുന്നത്. நாங்கள் மாடுகளை தேடி பார்த்தோம், தெரியல. ஒரு மாடு புளி அடித்து 7 மணிக்கு
வீட்டுக்கு வந்துருச்சு. அந்த மாடை நாங்கள் வீட்டில் போட்டு அந்த மாடை தேடி போனோம். எங்களால் அந்நேரம் இருட்டுக்குள்ளே கண்டுபிடிக்க முடியல. காலைல 6 மணிக்கு போய் நாங்கள் பார்த்தோம், புளி அடித்து செத்து கிடக்கு. இப்போ ஃபாரஸ்ட் ஆஃபீஸரு டாக்ടർമാരെ എല്ലാத்தையும் കൂട്ടി വന്ന് ഇപ്പോൾ பார்த்துக்கிட்டு இருக்கோம். വെറ്റിനറി സർജന്റെയും വനംവകുപ്പ് ജീവനക്കാരുടെയും പരിശോധനയിലാണ് പുലിയുടെ ആക്രമണത്തിലാണ് പശു ചത്തതെന്ന് സ്ഥിരീകരിച്ചത്. ഈ മേഖലയിൽ ഇത് 2ാം തവണയാണ് പുലിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഇതിന് സമീപ എസ്റ്റേറ്റുകളിൽ മുൻപ് പുലിയുടെ ആക്രമണത്തിൽ 10ലധികം വളർത്തുമൃഗങ്ങൾ ചത്തിട്ടുണ്ട്. വനം വകുപ്പ് പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉപ്പുതറ ടൗണിലെ ചുമട്ടുതൊഴിലാളികൾ നടത്തിവന്ന സമരം ഒത്തുതീർപ്പായി. തൊടുപുഴ ഡെപ്യൂട്ടി ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് പ്രശ്നപരിഹാരമുണ്ടായത്. 2 വർഷത്തിലൊരിക്കലാണ് ഉപ്പുതറയിലെ തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിക്കുന്നത്. 2015 അവസാനമായി കൂലി പുതുക്കി നിശ്ചയിച്ചത്. 2016 ഉപ്പുതറയിലെ തൊഴിലാളികൾ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കീഴിലായി. ഇത് പ്രകാരം ബോർഡിലേക്ക് വ്യാപാരികൾ 27% വീതം ലെവി അടയ്ക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ ഇത് അടയ്ക്കാൻ വ്യാപാരികൾ തയ്യാറായില്ല. തൊഴിലാളികൾ തന്നെയാണ് ലെവി അടച്ചത്. കഴിഞ്ഞ മാർച്ച് 31 2015 കൂട്ടിയ കൂലിയുടെ കാലാവധി അവസാനിച്ചു. ഇതിനുശേഷം നിരവധി ചർച്ചകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം കൂലി പുതുക്കി നിശ്ചയിച്ചു. എന്നാൽ 27% ലെവി അടയ്ക്കാൻ വ്യാപാരികൾ തയ്യാറാകാതെ വന്നതോടെയാണ് ചുമട്ടുതൊഴിലാളികൾ സമരം ആരംഭിച്ചത്. ഇന്ന് തൊടുപുഴ ഡെപ്യൂട്ടി ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് സമരം ഒത്തുതീർപ്പിലെത്തിയത്. തൊഴിലാളികളുടെ 27% ലെവി വ്യാപാരികൾ അടയ്ക്കും. 5% കൂലി വർധനവ് നടപ്പാക്കാനും ഇന്ന് നടന്ന ചർച്ചയിൽ തീരുമാനമായി. യൂണിയൻ നേതാക്കളായ ജി ഷാജി, വി പി ജോൺ, കെ സുരേന്ദ്രൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സാബു വേങ്ങവേലി, സെക്രട്ടറി ടോമി കാണക്കാലി, വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി ജോർജ് കുറുമ്പുറം എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. തോട്ടമുടമകളുടെ തൊഴിലാളി ദ്രോഹ നടപടിക്കെതിരെ HEE യൂണിയൻ സമരം ആരംഭിക്കുന്നു. ജൂലൈ 5-ന് പീരുമേട്ടിലെ മുഴുവൻ തോട്ടങ്ങളിലെയും ജനറൽ ഓഫീസുകൾ തൊഴിലാളികൾ ഉപരോധിക്കും. തോട്ടം തൊഴിലാളികളോട് ഉടമകൾ കാണിക്കുന്ന തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെയാണ് HEE യൂണിയന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിക്കുന്നത്. സമരത്തിന്റെ പ്രചരണാർത്ഥം ജൂലൈ 1-ന് വാഗമൺ പുള്ളിക്കാനം മുതൽ HEE യൂണിയൻ പ്രസിഡന്റ് KT ബിനു ക്യാപ്റ്റനായും വൈസ് പ്രസിഡന്റ് ആനപ്പൻ ജേക്കബ് വൈസ് ക്യാപ്റ്റനുമായി പ്രചരണ ജാഥ നടത്തും. ജാഥ ബോയ്സ് എസ്റ്റേറ്റിൽ സമാപിക്കും. പുള്ളിക്കാനത്ത് KPLF ജനറൽ സെക്രട്ടറി PS രാജൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. ഗവൺമെന്റ് നല്ല എടുത്ത തീരുമാനം നടപ്പാക്കാനായിട്ട് എസ്റ്റേറ്റ് നടത്തുന്ന ചില മാനേജ്മെന്റുകൾ വിമുഖത കാട്ടുന്നതിനും എതിരായിട്ടാണ് ഈ സമരം. അതിൻ്റെ അകത്ത് മുഖ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഈ പദ്ധതിയെ സംബന്ധിച്ചുള്ള പ്രചരണവും ബോധവൽക്കരണ പരിപാടിയും അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് നിഷേധാത്മകമായ നിലപാടിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതിക്ക് ഭൂമി വിട്ടു നൽകാതിരിക്കുകയും താമസ സൗകര്യം ഒരുക്കാതിരിക്കുകയും ചെയ്യുന്ന തൊഴിലുടമകൾക്കെതിരെയാണ് സമരം. ജൂലൈ 5-ന് പണിമുടക്കിയാണ് തൊഴിലാളികൾ സമരത്തിൽ പങ്കുചേരുന്നത്. കഴിഞ്ഞ ദിവസം ഏലപ്പാറയിൽ ചേർന്ന HEE യൂണിയന്റെ യോഗത്തിലാണ് സമരം നടത്താൻ തീരുമാനമായത്. മൂന്നാറിൽ കാലാവധി കഴിഞ്ഞ കുത്തകപ്പാട്ട ഭൂമി റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപത്തെ 22 സെന്റ് ഭൂമിയാണ് ദേവികുളം സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പ് ഏറ്റെടുത്തത്. 48 മണിക്കൂറിനകം കെട്ടിടവും സ്ഥലവും വിട്ടു നൽകണമെന്ന് സർക്കാർ നോട്ടീസ് നൽകിയിരുന്നു. 48 മണിക്കൂർ കഴിഞ്ഞിട്ടും കെട്ടിടം വിട്ടു നൽകാൻ കൈവശക്കാരൻ തയ്യാറായില്ല. കെട്ടിടത്തിന്റെ ജനലുകളും മറ്റുപകരണങ്ങളും വ്യാപാരി അഴിച്ചുമാറ്റുകയും ചെയ്തിരുന്നു. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് റവന്യൂ വകുപ്പിന്റെ ആവശ്യപ്രകാരം കെട്ടിടത്തിന് പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. തിങ്കളാഴ്ച രാവിലെ AK മണി, MY ഔസേപ്പ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും യുവജന സംഘടനാ പ്രതിനിധികളും വ്യാപാരി സംഘടനാ പ്രതിനിധികളും സർക്കാർ നടപടി തടയാനായി വ്യാപാരിയുടെ റിസോർട്ട് കെട്ടിടത്തിന് സമീപം എത്തിയിരുന്നു. കെട്ടിടം പൊളിക്കുന്ന നടപടി ശരിയല്ലെന്നാണ് കോൺഗ്രസിന്റെയും CPIയുടെയും നിലപാട്. 5-ലാണ് ഞാൻ മൂന്നാർ CPI ഓഫീസിൽ വരുന്നത്. അന്ന് ഞാൻ വരുമ്പോൾ ഈ കെട്ടിടമുണ്ട്. അതിന് മുമ്പ് ഉള്ള കെട്ടിടമാണത്. കൈവശം ആരുടെയാണെന്നുള്ള പ്രശ്നം. ഇത് എൻക്രോച്ച് അല്ല. ഇതിപ്പോൾ ആരുടെ കൈവശം ഇരിക്കുന്നു അവർക്ക് ജീവിക്കാനുള്ള അവകാശം സർക്കാർ കൊടുക്കണമെന്ന് തർക്കമില്ല. തീരുമാനങ്ങൾ ഏത് ഗവൺമെന്റ് ആയാലും ശരി, ആ തീരുമാനത്തോട് മൂന്നാറിലെ ഒറ്റക്കെട്ടാണ്. അതിനകത്ത് രാഷ്ട്രീയം നോക്കുന്നില്ല. ഞങ്ങൾ മൂന്നാറിലെ ജനതയെ സംരക്ഷിച്ചേ മതിയാവും. ഒരു ഗവൺമെന്റിനെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ മൂന്നാറിലെ മുഴുവൻ ട്രേഡ് യൂണിയനുകളും പൊളിറ്റിക്കലും അതുപോലെ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാരും ഒക്കെ ഒന്നിച്ചു നിന്ന് ഞങ്ങൾക്ക് നീതി ഉണ്ടാകുന്ന നിലയിലുള്ള പോരാട്ടമായിട്ട് മുന്നോട്ട് പോകും. 1986-ൽ മണർക്കാട് തോമസ് മൈക്കിളിന് സർക്കാർ കാർഷികേതര ആവശ്യങ്ങൾക്കായാണ് 22 സെന്റ് ഭൂമി അനുവദിച്ചത്. 2005-ൽ ഭൂമി മൂന്നാറിലെ പ്രമുഖ വ്യാപാരി VV ജോർജിന് തോമസ് മൈക്കിൾ കൈമാറ്റം ചെയ്തു. തുടർന്ന് ഇയാൾ ഈ ഭൂമിയിൽ റിസോർട്ട് നടത്തുകയും ചെയ്തിരുന്നു. കാർഷികേതര ആവശ്യങ്ങൾക്കായി നൽകിയ ഭൂമി സർക്കാരിന് വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് തോമസ് മൈക്കിളിന് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയതോടെ ഇയാൾ ഭൂമി വിട്ടുനൽകി.
എന്നാൽ റിസോർട്ട് ഉടമ പണം നൽകി വാങ്ങിയ വസ്തു വിട്ടുനൽകാനാവില്ലെന്ന നിലപാടിലാണ്. VS അച്യുതാനന്ദന്റെ സർക്കാർ ഈ ഭൂമിയിൽ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നടപടി അവസാനിച്ചതോടെ ഈ ഭൂമിയിൽ വീണ്ടും റിസോർട്ടിന്റെ പ്രവർത്തനം തുടരുകയായിരുന്നു. കാലാവധി അവസാനിച്ചിട്ടും കെട്ടിടം ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറാകാതെ ഇയാൾ ജില്ലാ കളക്ടർക്ക് അപ്പീൽ നൽകിയതായാണ് വിവരം. കളക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് റവന്യൂ വകുപ്പ് അധികൃതർ അറിയിച്ചു. ആദിവാസികൾക്ക് താമസിച്ചു പഠിക്കുന്നതിനായി കാന്തല്ലൂർ ദിണ്ടുകുമ്പ് കോളനിയിൽ സ്ഥാപിച്ച ട്രൈബൽ ഹോസ്റ്റൽ അസൗകര്യങ്ങൾക്ക് നടുവിൽ. വൃത്തിഹീനമായ ശൌചാലയങ്ങളും കുടിവെള്ളക്ഷാമവും മൂലം കുട്ടികൾ ദുരിതത്തിലായിരിക്കുകയാണ്. കാടിന്റെ മക്കൾക്ക് സ്കൂളിന് സമീപം താമസിച്ച് പഠിക്കാനായി ഒരുക്കിയിട്ടുള്ള ട്രൈബൽ ഹോസ്റ്റലിലാണ് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നടത്താൻ കഴിയാതെ ദുരിതം പേറുന്നത്. കാന്തല്ലൂർ പഞ്ചായത്തിലെ ദിണ്ടുകുമ്പ് കോളനിക്ക് സമീപത്താണ് വനാന്തരങ്ങളിലെ ആദിവാസി കുടികളിലെ കുട്ടികൾക്ക് താമസിച്ച് പഠനം നടത്തുന്നതിനായി പട്ടികവർഗ വകുപ്പ് ഹോസ്റ്റൽ സ്ഥാപിച്ചിരിക്കുന്നത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന മുതുവ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് ഈ ഹോസ്റ്റലിൽ താമസിച്ച് പഠനം നടത്തിവരുന്നത്. കുട്ടികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ശൌചാലയങ്ങളുടെ അവസ്ഥ തീരെ മോശമാണെന്ന് മാത്രമല്ല, ഇതിൽ ഉപയോഗിക്കാനായി കുട്ടികൾക്ക് ലഭിക്കുന്ന തുച്ഛമായ വെള്ളം കലങ്ങിമറിഞ്ഞതും ഉപയോഗശൂന്യമായതുമാണ്. ടോയ്ലറ്റുകളുടെ വാതിലുകൾ പൊളിഞ്ഞ് തൂങ്ങിക്കിടക്കുകയാണ്. കുടിക്കാനുള്ള വെള്ളം വിലയ്ക്ക് വാങ്ങി ടാങ്കറിൽ എത്തിക്കുകയാണ്. ഇതിന് സർക്കാർ ചെലവാക്കുന്ന പണത്തിന് യാതൊരു കണക്കുമില്ല. കൂടാതെ കുട്ടികൾക്ക് കിടക്കാൻ നൽകിയിരിക്കുന്ന മെത്തകൾ വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയതും ഉപയോഗശൂന്യമായതുമാണ്. പുതിയ മെത്തകൾ വാങ്ങാതെ കീറിപ്പറഞ്ഞ മെത്ത പുതിയ കവറിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കിവിടെ കുടിവെള്ളമില്ല. അപ്പോൾ ബെഡിനൊക്കെ ഞങ്ങൾ കൊടുത്തതാണ്, എഴുതി കൊടുത്തതാണ്. ഇനിയും വന്നിട്ടില്ല. കീറി ബെഡാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും വന്നിട്ടില്ല. പിന്നെ വെള്ളത്തിൻ്റെ അവസ്ഥ, അപ്പോൾ കുളിക്കാനൊക്കെ ഞങ്ങൾ തോട്ടിലാണ് പോകുന്നത്. ഇവിടെ വെള്ളമില്ല. കുറച്ച് വെള്ളം ഇരുന്നാലും അത് കിച്ചണിലേക്ക് എടുക്കുകയാണ്. കുളിക്കാൻ പോലും തികയുന്നില്ല. പിന്നെ അസുഖം പിടിച്ച് കുട്ടികൾ കിടന്നുറങ്ങുന്ന മുറിയുടെ ഭിത്തികൾ പായൽ പിടിച്ച് അലർജി രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലാണ്. അലർജി രോഗം ബാധിച്ച കുട്ടികൾ പഠിപ്പ് മുടക്കി വീടുകളിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്തു. പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് ഹോസ്റ്റലിന്റെ അറ്റകുറ്റപ്പണി നടത്തുവാൻ 9 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും പണി ഏറ്റെടുത്ത കരാറുകാരൻ പണി പൂർത്തിയാക്കാത്തതാണ് കുട്ടികളെ ഈ അവസ്ഥയിലാക്കിയത്. കഴിഞ്ഞ വർഷം കുടിവെള്ളത്തിനായി 1,90,000 രൂപ വകയിരുത്തി കുഴൽക്കിണർ നിർമ്മിക്കാൻ കരാർ നൽകിയെങ്കിലും അതും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. വെള്ളത്തിൻ്റെ കാരണം ചൊറിയ അതൊക്കെ വരുവാണ്. വെള്ളം തോട്ടിലാണെങ്കിലും ഭയങ്കര പായലാണ്. പിന്നെ വെള്ളം നോക്കാൻ പോകണമെങ്കിൽ അങ്ങ് കുറച്ച് ദൂരം പോകണം. പിന്നെ ഭയങ്കര ചൊറിയ അതൊക്കെ അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. ബാത്റൂം ഒന്നും ക്ലീൻ അല്ല, മൊത്തം ഇങ്ങനെ കിടക്കുക. ശരിയാക്കി ഇനിയും തന്നിട്ടില്ല. വെള്ളമൊന്നും അവിടെ ബാത്റൂമിലേക്ക് വരുന്നില്ല. എന്നാൽ സർക്കാരിൽ നിന്ന് ഫണ്ട് വരാൻ താമസിച്ചതിനാലാണ് അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് അറ്റകുറ്റപ്പണികൾ ടെൻഡർ നൽകി പൂർത്തിയാക്കാൻ കഴിയാതെ പോയതെന്ന് ട്രൈബൽ ഓഫീസർ പറഞ്ഞു. മലനാട് കർഷക രക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. ചെറുതോണിയിൽ നടന്ന പരിപാടി മേഖലാ പ്രസിഡന്റ് ജോസ് ശൗര്യമാക്കൽ ഉദ്ഘാടനം ചെയ്തു. കാർഷിക വിളകൾക്ക് അടിസ്ഥാന വില ഉറപ്പുവരുത്തുക, കാർഷിക വായ്പകളുടെ പേരിലുള്ള ജപ്തി നടപടികൾ ഉപേക്ഷിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കൊപ്പം കർഷകരുടെ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുമാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. പ്രക്ഷോഭം നടത്തുന്ന കർഷകരെ കൊന്നൊടുക്കുന്ന നടപടി പ്രതിഷേധാർഹമെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. മലനാട് കർഷക രക്ഷാ സമിതി പ്രസിഡന്റ് രാജു സേവ്യർ അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് ജോസ് ശൗര്യമാക്കൽ ഉദ്ഘാടനം ചെയ്തു. കർഷക സമരം സിന്ദാബാദ്, കർഷക സമരം സിന്ദാബാദ്, കാർഷികോൽപ്പന്നങ്ങൾക്ക് വില ഉറപ്പുവരുത്തുക, കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പുവരുത്തുക, കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുക, കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുക, ജപ്തി നടപടികൾ അവസാനിപ്പിക്കുക. എൻ വിനോദ് കുമാർ, വി മാണി തുടങ്ങിയവർ സംസാരിച്ചു. റബ്ബർ ഷീറ്റ് കത്തിക്കുകയും കൊക്കോ റോഡിൽ എറിഞ്ഞും പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂളിൽ വിജയോത്സവ് 2017 സംഘടിപ്പിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം വിവിധ മേഖലകളിൽ മികച്ച വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. കഴിഞ്ഞ SSLC പരീക്ഷയിൽ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസിക്ക് കീഴിലെ സ്കൂളുകളിലും ഏറ്റവും കൂടുതൽ A+ നേടിയ ഇരട്ടയാർ സ്കൂളിലെ കുട്ടികളെയും LSS, USS, NMMS പരീക്ഷകളിൽ വിജയികളായ കുട്ടികളെയും സ്കൌട്ട് ആൻഡ് ഗൈഡ് രാജ്യപുരസ്കാർ അവാർഡ് ജേതാക്കളെയും പാർലമെന്ററി ക്ലബ്ബ് സംസ്ഥാന മത്സരത്തിൽ ബെസ്റ്റ് പാർലമെന്റേറിയനായി തെരഞ്ഞെടുക്കപ്പെട്ട റിയ സാബുവിനെയും അവാർഡുകൾ നൽകി ആദരിച്ചു. യോഗത്തിൽ സ്കൂൾ മാനേജർ
ഫാദർ മാത്യു തറമുട്ടം അധ്യക്ഷനായിരുന്നു. യോഗത്തിന്റെ ഉദ്ഘാടനവും അവാർഡ് വിതരണവും ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റവറൻ ഡോക്ടർ ജോൺ നെല്ലിക്കുന്നേൽ നിർവഹിച്ചു. വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഈ പ്ലാനിംഗ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ പ്ലാനിങ്ങിൽ അധിഷ്ഠിതമായി വ്യക്തമായ കർമ്മ പദ്ധതികളോട് കൂടി മുന്നോട്ട് പോയാൽ ഈ ഇരട്ടയാർ സ്കൂൾ ഈ ഇടുക്കി റവന്യൂ ജില്ലയിൽ മാത്രമല്ല, അല്ലെ വിദ്യാഭ്യാസ ജില്ലയിൽ മാത്രമല്ല, ഈ കേരളത്തിൽ തന്നെ മികവിന്റെ പാഠങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഉയരും എന്നതിൽ യാതൊരു സംശയത്തിനും അടിസ്ഥാനമില്ല. 2017-2018 അധ്യയന വർഷത്തിലെ സ്കൂൾ വികസന രേഖയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ MV ജോർജ് കുട്ടി ആമുഖ പ്രഭാഷണവും മുൻ ഹെഡ്മാസ്റ്റർ PJ ജോസഫ് മുഖ്യപ്രഭാഷണവും നടത്തി. അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജെയിംസ് പൊന്നമ്പേൽ, ഗ്രാമപഞ്ചായത്ത് അംഗം സാലി ജോയി, പ്രിൻസിപ്പാൾ സിസ്റ്റർ റോസിൻ, PTA പ്രസിഡന്റ് ജിൽസൺ വർക്കി, MBTA പ്രസിഡന്റ് റെജി സിബി തുടങ്ങിയവർ സംസാരിച്ചു. വാഴവര ഗവൺമെന്റ് ഹൈസ്കൂളിൽ SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്കൂളിലെ അധ്യാപകരെയും ആദരിച്ചു. തുടർച്ചയായി 6ാം വർഷമാണ് സ്കൂൾ 100% വിജയം നേടുന്നത്. RMSAയുടെ ഭാഗമായി അപ്ഗ്രേഡ് ചെയ്ത ഗവൺമെന്റ് ഹൈസ്കൂൾ വാഴവരയിൽ ഇതുവരെ SSLC പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളും വിജയിച്ചു. ഈ അധ്യയന വർഷത്തിൽ 8 A+ നേടിയ ജെറിമോൻ എബി, അർജുൻ K ഉപേന്ദ്രൻ, നിസി രാജേഷ് എന്നിവരെയും അനുമോദിച്ചു. സ്കൂൾ ഹാളിൽ ചേർന്ന അനുമോദന യോഗം കട്ടപ്പന മുനിസിപ്പൽ ചെയർമാൻ ജോണി കുളമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സ്കൂളിലെ വിദ്യാഭ്യാസ നിലവാരത്തെ സംബന്ധിച്ചും അതിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതെല്ലാം മാറി നമ്മുടെ സർക്കാർ സ്കൂളുകളെല്ലാം ഉന്നതമായ നിലവാരം പുലർത്തുകയും നല്ല മികച്ച വിജയം നേടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നടന്നെടുക്കുകയാണ്. പണ്ടങ്ങനെ ആയിരുന്നില്ല. ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ എന്നൊക്കെ കേട്ടാൽ വലിയ താല്പര്യമൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. എങ്ങും കിട്ടാതെ വരുമ്പോൾ പോകുന്നൊരു സ്ഥലമായിരുന്നു കട്ടപ്പന ഗവൺമെൻറ് കോളേജ്. ഇപ്പോൾ അതെല്ലാം മാറി സർക്കാർ സ്കൂളുകളും സർക്കാർ കോളേജുകളും എല്ലാം നല്ല നിലയിലുള്ള മികച്ച വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്ന നിലയിലേക്ക് നമ്മൾ എത്തുന്നു എന്നത് നമുക്ക് നല്ലൊരു സൂചനയാണ്. നഗരസഭാ കൌൺസിലർ ബെന്നി കുര്യൻ അധ്യക്ഷനായിരുന്നു. കൌൺസിലർമാരായ ലീലാമ്മ ഗോപിനാഥ്, എംലി ചാക്കോ, ജനശ്രീ മിഷൻ ചെയർമാൻ YC സ്റ്റീഫൻ, ടോമി ഫിലിപ്പ്, തോമസ് പുത്തൻപുരയ്ക്കൽ, മാത്തുക്കുട്ടി തോമസ്, ബിന്ദു ജസ്റ്റീന എന്നിവർ സംസാരിച്ചു. കട്ടപ്പന ഓക്സിലിയം സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. സ്കൂൾ മാനേജർ സിസ്റ്റർ ഷീല ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ഓക്സിലിയം സ്കൂളിൽ 2017-2018 അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷനാണ് നടന്നത്. സ്കൂൾ മാനേജർ സിസ്റ്റർ ഷീല ജേക്കബ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് തങ്ങളുടെ പൌരാവകാശം വിനിയോഗിച്ചത്. കഴിഞ്ഞ 7 വർഷങ്ങളിലായി അത്യാധുനിക സാങ്കേതിക രീതിയിലുള്ള ഇലക്ഷനാണ് സ്കൂളിൽ നടത്തുന്നത്. പാഠ്യേതര രംഗങ്ങളിൽ മാത്രം വിദ്യാഭ്യാസം ഒതുങ്ങാതെ സമ്പൂർണമായ വികസനത്തിന്റെ പാതയിലൂടെ നീങ്ങുവാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇലക്ഷൻ നടത്തിയത്. മാത്രമല്ല, സാമൂഹിക അവബോധം കുട്ടികളിൽ എത്തിക്കുവാനും ഇതിലൂടെ സാധിക്കും. സ്കൂൾ പ്രിൻസിപ്പാൾ സോഫി ജോസഫ്, മീഡിയ ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാരിന്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി ശാന്തൻപാറ പഞ്ചായത്തിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ശാന്തൻപാറ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ 1 ലക്ഷം രൂപയുടെ തൈകളാണ് വിതരണം ചെയ്തത്. പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികളാണ് ശാന്തൻപാറ പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ഓണത്തിന് ഒരുമുറ്റം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായാണ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത്. വഴുതന, തക്കാളി, പച്ചമുളക്, പയർ, ബീൻസ്, പാവൽ, വെള്ളരി, ചീര തുടങ്ങി 10 ഇനം പച്ചക്കറി തൈകൾ അടങ്ങുന്ന 500 കിറ്റുകളാണ് വിതരണം ചെയ്തത്. ശാന്തൻപാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ബാങ്കി പ്രസിഡന്റ് സേനാപതി ശശി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപിന് പച്ചക്കറി തൈകൾ നൽകിക്കൊണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ സാമ്പത്തിക വർഷം 10 ലക്ഷം രൂപയുടെ പദ്ധതികൾ പഞ്ചായത്തിൽ നടപ്പിലാക്കുമെന്നും കർഷകർക്ക് 10% കൂടുതൽ വില നൽകി പച്ചക്കറികൾ സംഭരിക്കുമെന്നും സേനാപതി ശശി പറഞ്ഞു. പച്ചക്കറി കൃഷി വ്യാപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് ഈ വർഷം 10 ലക്ഷം രൂപയുടെ സൗജന്യ പച്ചക്കറി തൈ വിതരണ പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത്. 9 ലക്ഷം രൂപയുടെ പച്ചക്കറി തൈകളും 1 ലക്ഷം രൂപയുടെ ഗ്രോ ബാഗും ഹാൻഡ് സ്പ്രേയർ ഉൾപ്പെടെ ആണ് പദ്ധതിക്ക് നൽകിയിട്ടുള്ളത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലിജു വർഗീസ്, വി രാജയ്യ, എം ഹരിചന്ദ്രൻ, ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ MB കുട്ടപ്പൻ, KK അലി, അജയകുമാർ, പാൽരാജ തുടങ്ങിയവർ പങ്കെടുത്തു.
മറയൂർ കോവിൽക്കടവിൽ വീടിന് സമീപം നിന്ന ചന്ദനമരം മോഷ്ടാക്കൾ മുറിച്ചു കടത്തി. കോവിൽക്കടവ് ഇലഞ്ഞിക്കൽ ജാൻസി ജോർജ് കുട്ടിയുടെ വീടിന് പിൻവശത്തു നിന്ന 2 ചന്ദനമരങ്ങളാണ് മോഷ്ടാക്കൾ വെട്ടിക്കടത്തിയത്. രാത്രിയിൽ വീടിന്റെ കാവലിനായി വയ്യാപുരി എന്നയാളെ നിർത്തിയിരുന്നു. ഇയാൾ വീടിന്റെ മുൻവശത്തുള്ള ഷെഡിൽ ഉറങ്ങിയ സമയം നോക്കിയാണ് മോഷ്ടാക്കൾ വീടിന് പുറകുവശത്തെ പറമ്പിൽ നിന്നും ചന്ദനം മുറിച്ചു കടത്തിയത്. കോവിൽക്കടവ് ടൗൺ ഭാഗമായതിനാൽ മുറിച്ച ചന്ദനം ഇവിടെ നിന്നും വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുവാനാണ് സാധ്യത എന്നാണ് നിഗമനം. രാവിലെ വീടിന് ചുറ്റും നടന്ന സമയത്താണ് മോഷണ വിവരം ഇയാൾ അറിയുന്നത്. വിവരം അറിഞ്ഞയുടൻ വീട്ടുടമയെ ഫോണിൽ വിവരമറിയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് മറയൂർ പോലീസിലും റേഞ്ച് ഓഫീസിലും പരാതി നൽകി. തുടർന്ന് വനം വകുപ്പിലെ ഡോഗ് സ്ക്വാഡിലെ പെൽവിൻ എന്ന നായ സ്ഥലത്തെത്തി ചന്ദനമരം മുറിച്ചെടുത്ത ഭാഗത്ത് കിടന്നിരുന്ന തോർത്തുമുണ്ടിൽ മണം പിടിച്ച് വീടിന് ചുറ്റും മെയിൻ ഗേറ്റ് വഴി റോഡിലെത്തി നിൽക്കുകയായിരുന്നു. മുറിച്ച ചന്ദനം റോഡിലെത്തിച്ച് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി എന്ന നിഗമനത്തിലാണ് ഡോഗ് സ്ക്വാഡ് ജീവനക്കാർ. പോലീസ് കൂടുതലായി അന്വേഷണം ഊർജിതമാക്കി. വാഴത്തോപ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് സേവനദാതാക്കളായ ഐഡിയയാണ് പഠനോപകരണങ്ങൾ നൽകിയത്. ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് പ്രമുഖ സേവനദാതാക്കളായ ഐഡിയ ആണ് നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകിയത്. വാഴത്തോപ്പ് ഗവൺമെന്റ് LP സ്കൂളിലാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ഐഡിയ ഏരിയ മാനേജർ ഹരികൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ആശാ സേതു അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ PP മോളി, ഐഡിയ സെയിൽസ് മാനേജർ വിനീത്, സീനിയർ അധ്യാപിക N ദീപ തുടങ്ങിയവർ സംസാരിച്ചു. നെടുങ്കണ്ടം മഞ്ഞപ്പാറ സെന്റ് ആന്റണീസ് കപ്പേളയിൽ തിരുനാൾ ആഘോഷം നടന്നു. മഞ്ഞപ്പാറ ക്രിസ്തുരാജ ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ചുനയമാക്കൽ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മഞ്ഞപ്പാറ ക്രിസ്തുരാജ ദേവാലയത്തിന്റെ കീഴിൽ മഞ്ഞപ്പാറ അന്തോണിപുരത്ത് പ്രവർത്തിക്കുന്ന കപ്പേളയാണ് സെന്റ് ആന്റണീസ് കപ്പേള. വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളാണ് കപ്പേളയിൽ ഭക്തിയാദരപൂർവ്വം നടന്നത്. തിരുനാളിന്റെ ഭാഗമായി കപ്പേളയിൽ വിശുദ്ധ കുർബാന, നൊവേന, ലതീഞ്ഞ് എന്നീ തിരുക്കർമ്മങ്ങൾ നടന്നു. 100 കണക്കിന് വിശ്വാസികൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. വിശുദ്ധന്റെ തിരുസ്വരൂപത്തിൽ നേർച്ചയായി മാല അർപ്പിക്കുവാൻ നിരവധി വിശ്വാസികളാണ് എത്തിയത്. തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. കൈക്കാരന്മാർ, പള്ളിക്കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് പുളിയന്മല ക്രൈസ്റ്റ് കോളേജിൽ രക്തനിർണയ ക്യാമ്പ് നടത്തി. ക്യാമ്പ് ഡോക്ടർ ജോ തോമസ് ഉദ്ഘാടനം ചെയ്തു. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് കട്ടപ്പന ക്രൈസ്റ്റ് കോളേജിലെ 3ാം വർഷ BBA വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളുടെ രക്തനിർണയം നടത്തിയത്. കോളേജിൽ രക്തദാന ഫോറവും ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രി PRO ജിസ്മോൻ ബേബിയുടെ നേതൃത്വത്തിലാണ് രക്തനിർണയം നടത്തിയത്. രക്തം ചിന്തിയാണ് ജീസസ് ക്രൈസ്റ്റ് തന്റെ സ്നേഹം മനുഷ്യ രാശിയോട് പ്രകടിപ്പിച്ചത്. സ്നേഹത്തിന്റെ അങ്ങേയറ്റത്തെ പ്രകടനമായിരുന്നു അത്. അതിനപ്പുറത്ത് ഒന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ ഇതുവരെ ലോകത്തിൽ ഒരു സ്നേഹത്തിന്റെ പ്രകടനം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ രക്തം കൊടുത്തുള്ള, രക്തം ദാനം ചെയ്തുള്ള സ്നേഹത്തിന്റെ അളവ് എന്ന് പറയുന്നത് സ്തുത്യർഹം ആണ്. അതുപോലെ തന്നെ അളക്കാവുന്നതിനും അപ്പുറമാണ്. ഡോക്ടർ ജോ തോമസ് രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് സന്ദേശം നൽകി. ചടങ്ങിൽ ഫാദർ സന്തോഷ് ചെമ്പകത്തുങ്കൽ അധ്യക്ഷനായിരുന്നു. ജോഷി M വർഗീസ്, അനിത CS, ജിനു ജോയി, സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ 19ാമത് വാർഷികം 15-ാം തീയതി കാഞ്ചിയാറിൽ നടക്കും. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP വാർഷികം ഉദ്ഘാടനം ചെയ്യും. റോഷി അഗസ്റ്റിൻ MLA മുഖ്യ പ്രഭാഷണം നടത്തുമെന്നും കുടുംബശ്രീ അധികൃതർ അറിയിച്ചു. ജനകീയ മത്സ്യകൃഷി 2ാം ഘട്ടത്തിന്റെ ഭാഗമായി കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മത്സ്യക്കുഞ്ഞുങ്ങൾക്കുള്ള അപേക്ഷ സ്വീകരിക്കുന്നു. അപേക്ഷാ ഫോറം കൃഷിഭവൻ, ജനസേവന കേന്ദ്രം എന്നിവിടങ്ങളിൽ ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് 83 01 00 15 84 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. യോഗ പരിശീലനം സുഗമമാക്കുക എന്ന വിഷയം സംബന്ധിച്ച് കട്ടപ്പന സദ്ഗമയ യോഗ സെന്റർ തയ്യാറാക്കിയ CD-യുടെ പ്രകാശനം നാളെ നടക്കും. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP CD പ്രകാശനം ചെയ്യും. കട്ടപ്പന സാഗര തിയേറ്ററിന് സമീപമുള്ള യോഗ സെന്ററിൽ രാവിലെ 10 മണിക്കാണ് CD പ്രകാശനം നടക്കുന്നത്. ഇനി നമസ്കാര സമയം. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Express your love with golden moments. KG's Jewelry. In association with ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ. ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. The taste of goodness, My Cochin, Central Junction, Kattapana.
23 വർഷത്തെ ദൈവാർപ്പണത്തിന്റെ കഥയാണ് അടിമാലി സ്വദേശി താണിക്കുന്നേൽ പരീത്. അടിമാലി ടൗൺ ജുമാ മസ്ജിദിൽ നിന്ന് 5 നേരവും ഈ ദൈവദാസന്റെ സ്വരം കേൾക്കാം. നീണ്ടകാലത്തെ പള്ളി പരിപാലനം ഇന്നും മുടക്കമില്ലാതെ അനുഷ്ഠിക്കുകയാണ് ഈ 53-കാരൻ. മദീനയിലെ പള്ളിമിനാരത്തിൽ നിന്ന് ആദ്യമായി ബാങ്കുലി മുഴക്കിയത് നബിയുടെ അനുചരൻ ബിലാലാണെന്നത് ചരിത്രം. നമസ്കാരത്തിലേക്ക് വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുക എന്നതാണ് ബാങ്കുവിളിയുടെ പ്രസക്തി. അടിമാലി കാൽനൂറ്റാണ്ടായി ഈ ശബ്ദം കേട്ടുണരുവാൻ തുടങ്ങിയിട്ട്. കൃത്യമായി പറഞ്ഞാൽ 23 വർഷത്തെ ദൈവാർപ്പണം. താണികുന്നേൽ പരീത് എന്ന ഈ മനുഷ്യന്റെ സ്വരമാണ് 5 നേരവും ലോകരക്ഷിതാവിനെ സ്മരിക്കുവാൻ ഇസ്ലാം മതവിശ്വാസികൾ ആശ്രയിക്കുന്നത്. ഒരു പരാതിയുമില്ലാതെ പരീത് മുഹ്ദീൻ ജോലി ചെയ്തു വരുന്നു. കാലഘട്ടത്തിൽ ബിലാൽ മുഹദ്ദീൻ റളിയല്ലാഹു അൻഹു അവർ തുടങ്ങി വെച്ച ഈ ബാങ്ക് വിളി ഇന്ന് ലോകത്തിൻ്റെ എല്ലാ മേഖലയിലും മുസ്ലിം പള്ളികളിലും അതാത് നമസ്കാരത്തിൻ്റെ സമയമായി എന്നറിയിക്കുവാൻ വേണ്ടി 5 വഖത്ത് ബാങ്ക് വിളി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേരളത്തിലെയും എല്ലാ മുസ്ലിം പള്ളികളിലും എല്ലാ സമയങ്ങളിലും ബാങ്ക് വിളി നടക്കുന്നത്. ഇതൊരു സുന്നത്തായ ഇബാദത്തായി കരുതുന്നു. വിശ്വാസത്തോടൊപ്പം ദൈവസ്നേഹത്തിന്റെ ഈണമാർന്ന സ്വരത്തോടെ അടിമാലി ടൗൺ ജുമാ മസ്ജിദിൽ നിന്ന് പരീത് മുക്രിയുടെ ബാങ്കുലികൾ ഉയരും. നാട്ടുകാർക്കും പ്രിയപ്പെട്ടവനാണ് ബിലാലിന്റെ ഈ പിൻഗാമി. അടിമാലിലെ മുഴുവൻ ജനങ്ങൾക്കും മാതൃകാപരമായിട്ട് 25 വർഷക്കാലം അടിമാലി മഹലിൽ പൂർത്തിയാക്കുകയാണ്. ഏകദേശം അടിമാലി മഹലിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെയധികം കൃത്യമായ സംഭാവന നൽകിയിട്ടുള്ള പ്രിയപ്പെട്ട പള്ളിക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആശംസകൾ ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുന്നു. അതുപോലെ ഈ സമയക്രമത്തിൽ അടിമാലിയിലെ പകുതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദധരണികൾ ഉയരുമ്പോൾ അടിമാലിലെ മുഴുവൻ ജനങ്ങൾക്കും അദ്ദേഹം പ്രിയപ്പെട്ടവനാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഹൃദ്യമായ സൗണ്ടും മധുരമായ സൗണ്ടും നിലനിൽക്കട്ടെ എന്ന് മാത്രം. പല തലമുറകൾക്ക് ബാങ്കിന്റെ ദൈവവിളി കേൾപ്പിച്ച പരീത് ഈ വ്രതകാലത്തും പള്ളി പരിപാലനത്തിൽ കർമ്മനിഷ്ഠനാണ്. ഏത് തടസ്സങ്ങളുണ്ടെങ്കിലും ഈ കണ്ഠം ഒരിക്കലും നിശബ്ദമാകുന്നില്ല. ലോകസൃഷ്ടാവിനെ പാടിപ്പുകഴ്ത്തി ആരാധനയുടെ മഹത്വം 5 നേരവും മലകൾ കടന്ന് മുഴങ്ങുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. ഇൻ അസോസിയേഷൻ വിത്ത് ജില്ലയിൽ ആദ്യമായി മൈക്കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. 1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈക്കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന വണ്ടൻമേട് ഗ്രീൻ കാർഡമം ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 212, വിൽപ്പനയ്ക്ക് വന്നത് 32,297, വിൽപ്പന നടന്നത് 31,921, കൂടിയ വില 1,208, ശരാശരി വില 955. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 480 രൂപ, ഏലം കൂടിയ വില 950, ശരാശരി 850. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 117 രൂപ, ഗ്രാമ്പൂ 600 രൂപ, കൊക്കോ 30 രൂപ, റബ്ബർ 112 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2,725 രൂപ, വെള്ളി ഗ്രാമിന് 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും.
HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നു. പച്ചക്കറിയും അരിയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് വില ഉയർന്നത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. മൂലമറ്റം പവർ ഹൌസിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. 43 കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങൾ 3 വർഷം കൊണ്ട് പൂർത്തിയാകും. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 6 മാസമായി വേതനമില്ല. ഇരട്ടയാർ, കാമാക്ഷി പഞ്ചായത്ത് ഭരണസമിതികളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിക്കുന്നു. മാലിന്യ കൂമ്പാരത്തിൽ വീർപ്പുമുട്ടി വണ്ടൻമേട് മാലി നിവാസികൾ. മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ലാത്തതിനാൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് വഴിയോരത്ത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.